പ്രധാനമായിട്ടുള്ളത് പൊക്കിൾക്കൊടി ബന്ധമാണെന്നും മലപ്പുറത്തിന്റെ സന്ദേശവും പാരമ്പര്യവും മതനിരപേക്ഷതയുടേതാണെന്നും BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ. ഞായറാഴ്ച രാവിലെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങളുടെ വീട്ടിലെത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ. ഞാൻ ജനിച്ചു വീണത് പെരിന്തൽമണ്ണയിലെ സർക്കാർ ആശുപത്രിയിലാണ്. പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്തുമായിട്ടാണ് എൻ്റെ ജീവിതം. വിദ്യാഭ്യാസവും ഇവിടെയായിരുന്നു. മലപ്പുറത്തിൻ്റെ സന്ദേശവും പാരമ്പര്യവും മതനിരപേക്ഷതയുടേതും മാനവ സൗഹാർദ്ദത്തിൻ്റെതുമാണ്. ആ സംസ്കാരം മലപ്പുറത്തിന് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാണക്കാട്ടെ കുടുംബത്തിൻ്റെ പ്രയത്നമാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായിട്ടുള്ള മതസൗഹാർദ്ദത്തിന് അടിത്തറ പാകിയത് ഈ കുടുംബമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിലെയും രാജ്യത്തെയും എല്ലാവരും അംഗീകരിച്ച കാര്യമാണത്. അങ്ങാടിപ്പുറത്ത് തളിക്ഷേത്രത്തിൻ്റെ വാതിൽ കത്തിനശിച്ചപ്പോൾ അവിടേക്ക് ആദ്യം ഓടിയെത്തുന്നത് പാണക്കാട് ശിഹാബ് തങ്ങളാണ്. അതൊക്കെ വളരെ അത്ഭുതത്തോടെ കണ്ടുനിന്നിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കോൺഗ്രസിൽ അംഗത്വമെടുത്ത് അടുത്ത ദിവസം തന്നെ ഈ തറവാട്ടിലേക്ക് കയറി വരാൻ സാധിക്കുമ്പോൾ അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ BJPയുടെ ഭാഗമായി നിന്നിരുന്ന സമയത്ത് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു. അതിൽ പലർക്കും ഹൃദയവേദനയുണ്ടായിട്ടുണ്ടാകും. പാണക്കാട്ടെ തങ്ങളുടെ അനുഗ്രഹം തേടിയുള്ള ഈ വരവ് അവർക്ക് ആശ്വാസം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തെറ്റിദ്ധാരണകൾ മാറ്റാനും ഇത് സഹായകരമാകും. ഇനിയുള്ള പ്രയാണത്തിൽ പാണക്കാട് കുടുംബത്തിൻ്റെയും അനുഗ്രഹം ആവശ്യമുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ സ്നേഹം നേരത്തെ തന്നെ അനുഭവിച്ചയാളാണ്. ആ സ്നേഹവും ഊഷ്മളതയുമാണ് ഇവിടെ കണ്ടത്. ഇത് വലിയ ആശ്വാസമാണ് എന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. രാഷ്ട്രീയം വ്യക്തികളുടെ ചോയ്സാണെന്നും വസ്ത്രം, ഭക്ഷണം എന്നിവ പോലെ ഏതു രാഷ്ട്രീയം സ്വീകരിക്കണമെന്നത് വ്യക്തികളുടെ ചോയ്സാണ്. എനിക്ക് കിട്ടിയത് വലിയ കസേരയാണ്. കൊടപ്പനക്കലിൽ നിന്ന് തങ്ങളുടെ കൂടെ ഇരിക്കാൻ സാധിച്ചു. എന്നെ കൊല്ലാൻ CPMഉം BJPയും ഒരുമിച്ച് ഇന്നോവ അയക്കുമോ എന്നാണ് ഭയക്കുന്നത്. അതിലെ ഡ്രൈവർ മന്ത്രി MP രാജേഷും കൊട്ടേഷൻ നൽകുന്നത് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനുമാകും. സയാമീസ് ഇരട്ടകളെ പോലെയാണ് CPMഉം BJPയും തനിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.